ഷിരൂരിൽ നിന്ന് പോകുന്നു. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അടക്കമുള്ളവർക്കായി തെരച്ചിൽ ആരംഭിച്ചു. ട്രെഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ട്രെഡ്ജിംഗ് കമ്പനിയുടെ ഭാഗമായ ഡ്രൈവേഴ്സ് പുഴയിലിറങ്ങി പരിശോധിക്കും. അരുൺ പൂപ്പറമ്പ് ഗംഗാവരി പുഴയ്ക്കരികിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ. ട്രെഡ്ജർ പരിശോധന നടത്തുകയാണ്, മണ്ണ് മാറ്റുന്ന ക്രമങ്ങളിലേക്ക് പോകുന്നു. അരുൺ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഈശ്വർ മാൽപ്പെ ഇന്ന് ഇറങ്ങില്ല എന്ന് പ്രേക്ഷകർക്ക് അറിയാം. ഇന്നലെ അദ്ദേഹം മടങ്ങിപ്പോയിരുന്നു. ജില്ലാ അതോറിറ്റി, ജില്ലാ ഭരണകൂടം അദ്ദേഹത്തോട് സഹകരിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. എന്നാൽ അദ്ദേഹം മടങ്ങി വരണം എന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ അരുൺ പൂപ്പറമ്പ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ചേരുകയാണ്. പറയൂ. SKN ഇന്നത്തെ തെരച്ചിൽ നിലവിലിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള തെരച്ചിലാണ് നിലവിലിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ 8 മണിയോടെ തെരച്ചിൽ തുടങ്ങുമെന്നാണ് അറിയിച്ചതെങ്കിൽ പോലും ഏകദേശം ഒരു മണിക്കൂർ വൈകിയാണ് നിലവിൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള 4ാമത്തെ സ്പോട്ടിന് സമീപത്താണ് നിലവിലിപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗമായിട്ടുള്ള 2 ഡൈവർമാർ കൂടി ആവശ്യാനുസരം ഈ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നേരത്തെ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്തു നിന്ന് ഏകദേശം 100 മീറ്റർ മാറിയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ 4ാമത്തെ സ്പോട്ടിലാണ് ഇന്ന് രാവിലെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉച്ചയോടെ റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രപാലൻ ഷിരൂരിൽ എത്തിച്ചേരും. അതിനുശേഷം അദ്ദേഹം നേരത്തെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള ചില ഇടങ്ങളുണ്ട്. ലോറിയുടെ സാന്നിധ്യം, മെറ്റൽ സാന്നിധ്യമുണ്ട് എന്ന് കരുതപ്പെടുന്ന 4 സ്പോട്ടുകളുണ്ട്. അതൊന്നുകൂടി മാർക്ക് ചെയ്ത് കൊടുക്കും. അതിനനുസരിച്ചായിരിക്കും പിന്നീട് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുകയും അവരോടൊപ്പമുള്ള ഡൈവർമാർ പുഴയിലിറങ്ങി പരിശോധന നടത്തുകയും ചെയ്യുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SKN സൂചിപ്പിച്ചതുപോലെ ഈശ്വർ മാൽപ്പെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈശ്വർ മാൽപ്പയെ തിരിച്ചു വിളിക്കേണ്ടതില്ല അല്ലെങ്കിൽ അനുനയിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടാണ് നിലവിൽ ജില്ലാ ഭരണകൂടം എടുത്തിട്ടുള്ളത്. അദ്ദേഹം ഒരു സമാന്തര സംവിധാനമായി ഇവിടെ പ്രവർത്തിച്ചു. ജില്ലാ ഭരണ സംവിധാനങ്ങൾ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ മറികടന്ന് പ്രവർത്തിച്ചു എന്നതാണ് ജില്ലാ ഭരണകൂടം ചൂണ്ടിക്കാട്ടിക്കുന്നത്. അതുകൊണ്ട് ഈശ്വർ മാൽപ്പെ എന്തായാലും തിരിച്ചു വിളിക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കും എന്നതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. NDRFിൻ്റെയും അതോടൊപ്പം SDRFിൻ്റെയും സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ആവശ്യമെങ്കിൽ അവരുടെ കൂടി സഹായമുണ്ടാകും. ആവശ്യമെങ്കിൽ നാവികസേനയെ വീണ്ടും വിളിക്കും എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്ലാൻ എന്നുള്ളത്. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുകയാണ്. അതിന് നേരത്തെ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടായിരിക്കും പരിശോധന ഉണ്ടാകും. അതുകൊണ്ടാണ് റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രപാലിന്റെ സഹായം തേടിയത്. അദ്ദേഹം എത്തിച്ചേർന്നാൽ ആ നേരത്തെ സ്പോട്ടുകൾ ഒന്നുകൂടി മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ മണ്ണ് നീക്കം ചെയ്ത് വിശദമായ പരിശോധന നടത്തും. SKN. ഓക്കെ, നമുക്കിപ്പം ചേർന്നത് അരുൺ പൂപ്പറമ്പയാണ്. കൂടുതൽ വിശദാംശങ്ങൾക്കായി വീണ്ടും നമുക്ക് ഷിരൂരിലേക്ക് മടങ്ങാം.